ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ.ഡി. അറസ്റ്റ് ചെയ്ത് കോടതി ജാമ്യം നിഷേധിച്ച കാര്യത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ്. കാരണം എന്താണെന്നറിയാമോ? കോൺഗ്രസ്സുകാർ ഇപ്പോൾ പ്രചാരണം തുടങ്ങി. ഈ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നുള്ളതിന്റെ തെളിവാണ് വീണ്ടും വീണ്ടും പുറത്തു പറയേണ്ടി വരുന്നത്. കോൺഗ്രസ് ഇപ്പൊ ഇന്നലെ മുതൽ തുടങ്ങിയ പ്രചരണം എന്താണ്? അടുത്തത് തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യുമത്രേ. അതായത് ഡൽഹി മുഖ്യമന്ത്രി പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ, കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ നോക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സന്തോഷിക്കുകയാണ്. അടുത്തത് കുരുക്ക് വിടാവുന്ന തോമസ് ഐസക്കിനാണത്രേ. എവിടെ? CPM-ന്റെ സമുന്നത നേതാവും പത്തനംതിട്ടയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ തോമസ് ഐസക്കിനെ വൈകാതെ ഇ.ഡി. അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രചരണം. ഇവിടെ പത്തനംതിട്ട സീറ്റിൽ ഒരു മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണിത്. കോൺഗ്രസ് നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യല്ലേ ഇത്? ഇനി തോമസ് ഐസക്കിന്റെ കേസ് എന്താണ്? 2.5 കൊല്ലമായിട്ട് ഇ.ഡി. കേസും പറഞ്ഞ് നടക്കുകയാണ്. കേരള ഹൈക്കോടതി പലതവണ ഇ.ഡിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാനുണ്ടോ? കിഫ്ബിയുടെ കേസിൽ അഴിമതി നടന്നു, അല്ലെ വഴിവിട്ട് ചെയ്തു എന്ന് നിങ്ങൾക്കൊരു തെളിവുകൾ ഹാജരാക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇതൊന്നും ഇല്ലാണ്ട് പിന്നെ ഈ സമൻസ് എന്തിനാ തോമസ് ഐസക്കിന് അയക്കുന്നത്? കേജ്രിവാളിന് 9 സമൻസ് അയച്ച പോലെ പലതവണയാണ് തോമസ് ഐസക്കിന് സമൻസ് അയച്ചത്. തോമസ് ഐസക്ക് ധൈര്യപൂർവ്വം അത് നേരിട്ടു. എങ്ങനെയാ? തെറ്റ് ചെയ്യാത്തവൻ പേടിക്കേണ്ടതില്ല. സമൻസ് പിന്നാലെ വന്നപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും പേഴ്സണൽ കുടുംബചരിത്രവും എല്ലാം വേണമെന്ന് ഇ.ഡി. പറഞ്ഞപ്പോൾ ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഹൈക്കോടതി കൊണ്ട് ഹർജി തോമസ് ഐസക് കൊടുത്തു. ഹൈക്കോടതി ഇ.ഡിയെ വിളിപ്പിച്ച് ചോദിച്ചു, അദ്ദേഹം മുൻ ധനകാര്യമന്ത്രിയായിരുന്നു, നിങ്ങളിപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബ മാഹാത്മ്യം ചോദിക്കുന്ന എന്തിനാണ്? ഇ.ഡി. ഇങ്ങനെ സമൻസ് അയക്കുന്നത് ശരിയാണോ? അദ്ദേഹം കിഫ്ബിയുടെ വൈസ് ചെയർമാനായിരുന്നത് കേരളത്തിന്റെ ധനകാര്യമന്ത്രി എന്ന ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോഴാണ്. അത് അദ്ദേഹം ഒഴിഞ്ഞിട്ട് 2.5 കൊല്ലമാകുന്നു. അതിനുശേഷം കിഫ്ബിയിൽ എന്ത് നടന്നുള്ളത് അദ്ദേഹം എന്തിനാ കോടതിയിൽ ബോധിപ്പിക്കേണ്ട? നിങ്ങളുടെ മുമ്പിൽ ഇ.ഡിയിൽ ബോധിപ്പിക്കേണ്ട കാര്യം, അതിനുവേണ്ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട അടിസ്ഥാനം എന്താണ്? അതല്ല, അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞെങ്കിൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഞങ്ങൾ വിളിക്കും, ഞങ്ങൾ ചോദ്യം ചെയ്യും എന്നൊക്കെ ആയി ഇ.ഡി. അപ്പൊ കോടതി പറഞ്ഞു, കൂടുതൽ വേണ്ട ഏട്ടാ ഇങ്ങോട്ട്. ഇ.ഡിയുടെ മുമ്പിൽ ഐസക്ക് ഹാജരാകണോ വേണ്ടയോ എന്നത് പതുക്കെ തീരുമാനിക്കാം. നിങ്ങൾ ഇപ്പൊ ഇനിയും വിളിപ്പിക്കണ്ട. അത് കഴിഞ്ഞ് പിന്നെയും സമൻസ്. കേജ്രിവാളിന് അയച്ച പോലെ അടുത്തത് പിന്നെയും സമൻസ്. അപ്പൊ പിന്നെ ഐസക്ക് കോടതിയിൽ പോയി. ഒരു വേട്ടയാടലെന്ന് പറയുന്നതിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കണം. ഐസക്ക് വീണ്ടും ഹൈക്കോടതിയിൽ പോയി. തോമസ് ഐസക്ക് വിധി സമ്പാദിച്ചു. എന്താണ്? തോമസ് ഐസക്കിന് വേണമെങ്കിൽ, അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ഇ.ഡിയുടെ മുന്നിൽ ഹാജരാക്കാം. ഇതിൽ പരം ഇ.ഡിയുടെ അണ്ണാക്കിൽ കൊടുക്കുന്ന ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് വേറെ കിട്ടാനുണ്ട്. അതായത് ഇ.ഡിക്ക് ഇപ്പൊ തോമസ് ഐസക്കിനെ വിളിച്ചു വരുത്തണം. പക്ഷെ ഹൈക്കോടതി പറഞ്ഞ വിധി എന്താണ്? തോമസ് ഐസക്കിന് താല്പര്യമുണ്ടെങ്കിൽ ഇ.ഡിയുടെ മുമ്പിൽ ഹാജരാക്കാം. ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അധികാരവും തോമസ് ഐസക്കിന് മാത്രമാണ്, ഇ.ഡിക്കല്ല. എങ്ങനെയുണ്ട്? അതാണ് ഫൈറ്റ്, പോരാട്ടം എന്ന് പറയുന്നത്, നിയമപരമായ പോരാട്ടം എന്ന് പറയുന്നത്. തെരുവിലും നിയമ സംവിധാനങ്ങളിലും പോരാടാതെ ഈ ഫാസിസത്തെ നേരിടാൻ പറ്റത്തില്ല. തെരുവിലിറങ്ങിയാൽ മാത്രം പോരാ, നിയമപരമായിട്ടും പോരാടിയേ പറ്റൂ എന്നുള്ളതാണ് തോമസ് ഐസക് തെളിയിച്ചിരിക്കുന്നത്. എന്താ കിഫ്ബി കേസ്? ഒരടിസ്ഥാനവും ഇല്ല. മസാല ബോണ്ട് വഴി വിദേശ പണം സ്വീകരിച്ചത് നിയമപ്രകാരമാണ്, RBI ചട്ടപ്രകാരമാണെന്ന് കോടതി വിളിച്ചു വരുത്തിയ RBIയുടെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്തി. നിയമം ലംഘിച്ച് കിഫ്ബി വഴി മസാല ബോണ്ടും ഒരു പണവും നിയമം ലംഘിച്ചിട്ട് കേരളത്തിൽ കിഫ്ബി നേടിയിട്ടില്ല. എല്ലാം നിയമപരമാണ്. മസാല ബോണ്ട് വാങ്ങിയതിന്റെ എല്ലാം RBIയുടെ റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ് മസാല ബോണ്ട് കേരളം സ്വരൂപിച്ചത്. അതിന്റെ സർവ്വ ഡീറ്റെയിൽസും വിശദാംശങ്ങളും ക്രമത്തിൽ തന്നെ സമയം അനുസരിച്ച് തന്നെ കേരളത്തിലെ കിഫ്ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു.
അപ്പോൾ ഇഡിയുടെ മുനയൊടിഞ്ഞൊരു കേസാണ്. തോമസ് ഐസക്കിനെ വിളിച്ച് ചോദ്യം ചെയ്യേണ്ട യാതൊരു കാര്യവും അതില്ല. പക്ഷെ വിടില്ല. ഇപ്പൊ ഞങ്ങൾ വിളിക്കും, ഇപ്പൊ ഞങ്ങൾ ചോദ്യം ചെയ്യും. അവസാനം കോടതി പറഞ്ഞു വേറെ പണി നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് ഇരിക്കുന്നത്. നാണമില്ലാത്ത ഇങ്ങനൊരു പാർട്ടി വേറെയുണ്ട്. സ്വന്തം പാളയത്തിലിരിക്കുന്നവർക്കിട്ട് പാര പണിയുക, പ്രതിപക്ഷ സഖ്യത്തിനെ തകർക്കുക. പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അല്ലേ പ്രതിപക്ഷ സഖ്യത്തെ തകർക്കുന്നത്? ഈ തോമസ് ഐസക്കിന്റെ കേസിലാണെങ്കിലും ഇപ്പൊ കാമ്പയിൻ ഇറങ്ങിയിരിക്കുക. അടുത്ത അറസ്റ്റ് വാറണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകുന്ന തോമസ് ഐസക്കാണെന്ന്. ഒരു സീറ്റിൽ അപവാദ പ്രചരണം നടത്തിയിട്ട് എന്ത് നേട്ടമാണ് കോൺഗ്രസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ശരിക്കും ഒരു പ്രതിപക്ഷ സഖ്യം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പണി നിങ്ങൾ ചെയ്യത്തില്ലായിരുന്നു. നിങ്ങളെ വിളിക്കേണ്ട പേരുകൾ അത് ഇപ്പൊ നമ്മൾ വിളിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന പണി എന്താണെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെ ആലോചിക്കുക. അത്രേ പറയാം.